അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 5-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം മുതൽ 44 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കണം. സേനാനീശ്ചിക്ഷുരസ്തസ്യാ ഗജാരൂഢോ മഹാബല മഘവന്തം പഞ്ചഭിസ്തൈ സായകൈ സമതാടയൽ തുരാഷാഡപി താം ഛിത്വാ ബാണൈർബാണാം സ്ത്വരാന്വിതാം ഹൃദയേ ചാർദ്ധചന്ദ്രേണ താടയാമാസ തം കൃതി. ബാണാഹതസ്തു സേനാനീ പ്രാപമൂർച്ഛാം ഗജോപരി വാരണം വജ്രഘാതേന സജഘാനകരേ തഥാം. തദ്വജ്രാഭിഹതോ നാഗോ ഭഗ്ന സൈന്യം ജഗാമഹ ദൃഷ്ട്വാ തം ദൈത്യരാട് ക്രുദ്ധോ ബിഡാലാഖ്യമധാബ്രവീൽ. ഗച്ഛ വീരാ മഹാബാഹോ ജഹീന്ദ്രം മദഗർവിതം വരുണാദീൻ പരാൻ ദേവാൻ ഹത്വാ ഗച്ഛ മമാന്തികം. വ്യാസ ഉവാച തച്ഛ്രുത്വാ വചനം തസ്യാ ബിഡാലാഖ്യോ മഹാബല ആരുഹ്യ വാരുണം മത്തം ജഗാമത്രദശാധിപം. വാസവസ്തം സമായാന്തം ദൃഷ്ട്വാ ക്രോധസമന്വിതാ ജഘാന വിശിഖൈസ്തീക്ഷ്ണൈരാശീവിഷസമപ്രഭൈ സതു ഛിത്വാ ശരാം സ്തൂർണം സ്വശരൈശ്ചാപനിസ്സൃതൈ പഞ്ചാശദ്ഭിർജഘാനാശു വാസവം ച ശിലീമുഖൈ. തഥേന്ദ്രോപി താൻ ബാണാൻ ഛിത്വാ കോപസമന്വിതാ ജഘാന വിശിഖൈസ്തീക്ഷ്ണൈരാശീവിഷസമപ്രഭൈ
സതു ഛിത്വാ ശരാം സ്തൂർണം സ്വശരൈശ്ചാപനിസൃതൈ ഗദാ താടയാമാസാഗജം തസ്യ കരോപരി സ്വകരേ നിഹതോ നാഗശ്ചകാരാർത്തസ്വരം മുഹു പരിവൃത്യ ജഘാനാശു ദൈത്യസൈന്യം ഭയാതുരം ദാനവസ്തു ഗജം വീക്ഷ്യ പരാവൃത്യ ഗതം രണാൽ സമാവിശ്യ രഥേ രമ്യേ ജഗാമാശു സുരാൻ രണേ തുരാഷാഢപിതം വീക്ഷ്യ രഥസ്ഥം പുനരാഗതം അഹനൽ വിശിഖൈസ്തീഷ്ണൈരാശീവിഷസമപ്രഭൈ സോപി ക്രുദ്ധശ്ചകാരോഗ്രാം ബാണവൃഷ്ടിം മഹാബല ബഭൂവ തുമുലം യുദ്ധം തയോസ്തത്ര ജയൈഷിണോ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 5-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം മുതൽ 44 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മഹിഷന്റെ സേനാപതി ചിക്ഷുരനോ അതിവേഗം മഘവാന്റെ നേരെ 5 ശരം തൊടുത്തു. മഹേന്ദ്രനു വസ്ത്രത്താലെ അവയെയും തകർത്തല്ലോ. അർദ്ധചന്ദ്രമവനുടെ നേരെ അയച്ചു. ബാണമേറ്റു ആനപ്പുറത്തിരുന്നവൻ മൂർച്ഛിതനായി. തുമ്പിയുടെ മേലെ ശക്രൻ വജ്രമയച്ചു. വജ്രമേറ്റ ആനയപ്പോൾ സൈന്യമധ്യത്തിങ്കലെത്തി. മഹിഷനോ ബിഡാലനോടേവം പറഞ്ഞു. മഹാബാഹു വേഗം പോയി മത്തനാമിന്ദ്രനെ കൊല്ലൂ. വരുണാദികളെയൊപ്പം കൊന്നുവന്നിടൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, വിഡാലനാം പരാക്രമി വാരുണൻ തൻ പുറത്തേറി. ദേവേന്ദ്രന്റെ അടുത്തേക്കു ചെന്നു വേഗത്തിൽ. അവന്റെ വരവു കണ്ടു സർപ്പതുല്യമസ്ത്രങ്ങളെ. അമരേശൻ ക്രുദ്ധനായി തൊടുത്തുവിട്ടു. അവനോ അമ്പുകളാലെ അവയെല്ലാം തകർത്തല്ലോ. 5 ശരം തിരിച്ചവൻ തൊടുത്തുവിട്ടു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
ഇന്ദ്രനവയെ തകർത്തു സർപ്പതുല്യമസ്ത്രങ്ങളെ അവനുടെ നേർക്കു വീണ്ടും അയച്ചുവല്ലോ. അവൻ വീണ്ടും ശരങ്ങളാൽ അവയെയും തകർത്തല്ലോ. ദേവേന്ദ്രനു ആനയെ ഗദയാൽ അടിച്ചു. അടിയേറ്റ ആനയപ്പോൾ ചിഹ്നം വിളിച്ചോടിയല്ലോ. അസുരന്മാർ ഭയത്താൽ നാലുപാടുമോടി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആന പിന്തിരിഞ്ഞോടവേ വിടാലനോ അതിവേഗം രഥമൊന്നിൽ കയറി പോരിനായി വന്നല്ലോ. രഥമേറി അവൻ വരുന്നതു കണ്ടു ദേവേന്ദ്രനോ തീക്ഷ്ണമായ ശരങ്ങളെ തൊടുത്തുവിട്ടു. പരാക്രമികളാമവർ പരസ്പരം ശരമെയ്തു. പരാജയമറിയാതെ യുദ്ധം മുറുകി. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, അമ്മേ ശരണം, വാണി ശരണം, മായേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി ആരംഭിച്ചിട്ട് ഇന്ന് 442 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 5-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം മുതൽ 44 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ നാം പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നു. അവിടെ മഹിഷന്റെ ആ സൈന്യവും ദേവേന്ദ്രന്റെ സൈന്യവും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരുന്നത് ഇന്നലെയും. ഇവിടെ പറയുകയാണ്, സേനാനീശ്ചിക്ഷുരസ്തസ്യ ഗജാരൂഢോ മഹാബല. ആ സേനാനി, മഹിഷന്റെ സേനാനിയായിരിക്കുന്ന ചിക്ഷുരൻ ആനപ്പുറത്തിരുന്നു കൊണ്ട് മഖവന്തം പഞ്ചഭിസ്തൈ സായകൈ സമതാടയൻ. അവിടെ മഖവാന്റെ നേർക്ക്
5 ബാണങ്ങൾ ഒരേ സമയം പ്രയോഗിച്ചു. ഈ സമയത്ത് തുരാഷാടപി താം ഛിത്വ, ആരാ? ദേവേന്ദ്രൻ. ദേവേന്ദ്രൻ അതിനെ തകർത്തു. ബാണൈർ ബാണാം സ്വരാന്വിത എന്നാണ്. മറ്റു ബാണങ്ങൾ കൊണ്ട് അതിനെ തകർത്തിട്ട് അതിവേഗം ഹൃദയേ ചാർദ്ധചന്ദ്രേണ താടയാമാസ തം കൃതി. എന്തു ചെയ്തു? അർദ്ധചന്ദ്രം എന്നു പേരുള്ള ആ അസ്ത്രത്തെ അവന്റെ മാറിലേക്ക്, ചിക്ഷുരന്റെ മാറിലേക്ക് പ്രയോഗിച്ചു. ബാണാഹതസ്തു സേനാനി പ്രാപമൂർച്ഛാം ഗജോപരി. ബാണം വന്ന് പതിച്ചപ്പോ ചിക്ഷുരൻ ആനപ്പുറത്ത് മോഹാലിസ്യപ്പെട്ടു പോയി. ഉടൻ തന്നെ ശക്രൻ ആനയുടെ തുമ്പിക്കരത്തിൽ തന്റെ വജ്രായുധം പ്രയോഗിച്ചു. വാരണം വജ്രഘാതേന സജഘാന കരേ തഥ തദ്വജ്രാഭിഹതോ നാഗോ ഭഗ്ന സൈന്യം ജഗാമഹ. വജ്രായുധം കൊണ്ട് അടിയേറ്റപ്പോ, മുറിവേറ്റപ്പോ ആന സൈന്യത്തിനിടയിലേക്ക് പാഞ്ഞുകയറി. ദൃഷ്ട്വാതം ദൈത്യരാട് ക്രുദ്ധോ ബിഡാലാഖ്യമഥാബ്രവിൽ. അത് കണ്ടപ്പോ മഹിഷാസുരൻ, ആ ദൈത്യൻ, വല്ലാതെ കോപിഷ്ഠനായിക്കൊണ്ട് ദേഷ്യപ്പെട്ട് ക്രുദ്ധനായി ബിഡാലൻ എന്ന തൻ്റെ ആ സൈന്യത്തിലെ ശ്രേഷ്ഠനായിട്ടുള്ള മഹാശക്തിമാനായിട്ടുള്ളവനോട് പറഞ്ഞു, ഗച്ഛ വീര മഹാബാഹു. ഹേ വീര മഹാബാഹോ, വേഗം പോയി ജഹീന്ദ്രം മദഗർവിതം, മദഗർവിതനായിരിക്കുന്ന ആ ഇന്ദ്രനെ ജഹി, കൊല്ലൂ. വരുണാദീൻ പരാൻ ദേവാൻ ഹത്വാഗച്ഛ മമാന്തികം. വരുണൻ തുടങ്ങിയ മറ്റ് ദേവന്മാരെയും കൊന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരൂ. വേദവ്യാസം പറയാണ്, തച്ഛുത്വാ വചനം തസ്യ ബിഡാലാഖ്യോ മഹാബല. അത് കേട്ടിട്ട് മഹാബലശാലിയായിരിക്കുന്ന ബിഡാലൻ എന്നു പേരുള്ള ആ പരാക്രമി ആരുഹ്യ വാരുണം മത്തം ജഗാമത്രദശാധിപം. അവിടെ ആ മതയാനയുടെ പുറത്തു കയറി ആ വലിയ മതം പൊട്ടി നിൽക്കുന്ന ആനയുടെ മുകളിലേക്ക് കയറി ദേവേന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. വാസവസ്തം സമായാന്തം ദൃഷ്ട്വാ ക്രോധസമന്യുത. അവന്റെ വരവ് കണ്ടു. ആര്? ദേവേന്ദ്രൻ. ക്രുദ്ധനായി ദേവേന്ദ്രൻ. അവന് നേരെ ജഘാന വിശിഖൈസ്തീഷ്ണൈർ ആശീവിഷ സമപ്രഭൈ. സർപ്പതുല്യം തിളങ്ങുന്ന തീക്ഷ്ണമായ ശരങ്ങൾ ആ ബിഡാലിനു നേരെ ചൊരിഞ്ഞു ദേവേന്ദ്രൻ. സതുച്ഛിത്വാ ശരാം സ്തൂർണം സ്വശരൈശ്ചാപനിസ്തൃതൈ. അവനോ തന്റെ വില്ലിൽ നിന്ന് തൊടുത്ത അസ്ത്രങ്ങളെ കൊണ്ട് അത് മുഴുവൻ തകർത്തു, ഛിന്ന ഭിന്നമാക്കി. അതിനുശേഷം പഞ്ചാശദ്ഭിർ ജഘാനാശു വാസവം ച ശിലീമുഖൈ. ദേവേന്ദ്രനെ നേർക്ക് തിരിച്ച് 5 അമ്പുകൾ അങ്ങടയച്ചു. തഥേന്ദ്രോപി താൻ ബാണാം ഛിത്വാ കോപസമന്യുത. അപ്പൊ ദേവേന്ദ്രൻ ആ 5 അമ്പുകളെയും കോപത്തോടുകൂടി, ദേഷ്യം വന്ന് അതിനെയും മുറിച്ചു. ജഘാന വിശിഖൈസ്തീഷ്ണൈരാശീവിഷ സമപ്രഭൈ. സർപ്പതുല്യമായ ബാണങ്ങൾ കൊണ്ട് അവനെ വീണ്ടും ആക്രമിച്ചു. സതുച്ഛിത്വാ ശരാം സ്തൂർണം സ്വശരൈശ്ചാപനിസൃതൈ ഗദയാ താടയാമാസ ഗജം തസ്യ കരോപരി. തന്റെ വില്ലിൽ നിന്ന് തൊടുത്ത അമ്പുകളെ കൊണ്ട് ആ ബിഡാലൻ ആ അസ്ത്രങ്ങൾ മുഴുവൻ തകർത്തു എന്ന് മാത്രമല്ല, ആ സമയത്ത് ദേവേന്ദ്രനോ അവന്റെ ആനയുടെ തുമ്പിക്കൈയിൽ ഗദയാ താടയാമാസ, ആ ഗദ കൊണ്ട് ആഞ്ഞൊരടി അങ്ങോട്ട് കൊടുത്തു. സ്വകരേ നിഹതോ നാഗശ്ചകാര അർത്ഥസ്വരം മുഹു. തുമ്പിക്കൈയിൽ അട്ടി കിട്ടിയപ്പോ ഉറക്കെ ആന വേദന കൊണ്ട് പൊളഞ്ഞു, ഉറക്കെ ചിഹ്നം വിളിച്ചു എന്നാണ്. വീണ്ടും വീണ്ടും ചിഹ്നം വിളിച്ചുകൊണ്ട് തിരിഞ്ഞോടി. പരിവൃത്യ ജഘാനാശു ദൈത്യസൈന്യം ഭയാതുരം. ഭയപ്പെട്ടുപോയി ഈ മഹിഷന്റെ സൈന്യം മുഴുവൻ. ദൈത്യസൈന്യത്തെ 4 പാടും ഓടിച്ചു. ആന ദാനവസ്തു ഗജം വീക്ഷ്യ പരാവൃത്യ ഗതം രണാൽ സമാവിശ്യ രഥേ രമ്യേ ജഗാമാശു സുരാൻ രണേ. അവിടെ ആ പോർക്കളം വിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ആന പിന്തിരിഞ്ഞോടറ കണ്ടപ്പോ ബിഡാലൻ എന്തു ചെയ്തു? അദ്ദേഹം സമാവിശ്യ രഥേ രമ്യേ, സുന്ദരമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു രഥത്തിലേക്ക് ചാടിക്കയറി ദേവന്മാരുടെ നേരെ ജഗാമാശു സുരാൻ രണേ, ആ യുദ്ധത്തിൽ ദേവന്മാരുടെ നേർക്ക്
പാഞ്ഞെടുക്കുന്നു. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. ഇവിടുന്ന് അസ്ത്രങ്ങൾ അയക്കുക, അതിനെ അവിടുന്ന് തകർക്കുക, അവിടുന്ന് അയക്കുന്ന അസ്ത്രങ്ങളെ ഇവിടുന്ന് തകർക്കുക, അതിനിടയിൽ വാഹനത്തിനെ ആക്രമിക്കുക. ഇവിടെ ആ ബിഡാലന്റെ ആനയെ അടിച്ചു ഗത കൊണ്ട് ദേവേന്ദ്രൻ. ആ ആന എല്ലാം മറന്ന് വേദനിച്ച് പിന്തിരിഞ്ഞോടാൻ തുടങ്ങിയപ്പോൾ ബിഡാലൻ ഒട്ടും തന്നെ പകച്ചില്ല എന്നാണ്. ശക്തിയുക്തം ആ ധൈര്യപൂർവം മറ്റൊരു രഥത്തിലേക്ക് കയറി, മനോഹരമായൊരു രഥത്തിൽ കയറി ദേവന്മാരുടെ നേർക്ക് പാഞ്ഞെടുത്തു. തുരാഷാഢപിതം വീക്ഷ്യ രഥസ്ഥം പുനരാഗതം. രഥത്തിൽ കയറി വീണ്ടും അവൻ വന്നു കണ്ടപ്പോ ദേവേന്ദ്രൻ അഹനൽ വിശിഖൈസ്തീഷ്ണൈരാശീവിഷ സമപ്രഭൈ, അല്ലേ? വിശിഖൈസ്തീഷ്ണൈരാശീവിഷ സമപ്രഭൈ, അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. 37-ാമത്തെ ശ്ലോകത്തിൽ കണ്ടു, 39-ാമത്തെ ശ്ലോകത്തിൽ കണ്ടു. ഇവിടെ 43-ാമത്തെ ശ്ലോകത്തിലും അതേ വരികൾ തന്നെ കാണാൻ സാധിക്കുന്നു. കാരണം എന്താ? സർപ്പതുല്യങ്ങളായ തീക്ഷ്ണശരങ്ങൾ അവന്റെ നേർക്ക് വീണ്ടും പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ആക്രമിച്ചു, ഇവിടെ പ്രയോഗിച്ചു. അഹനദ്, മറ്റേടത്തോ ജഘാന. രണ്ട് സ്ഥലത്ത് ജഘാന എന്ന ആ വരി മുഴുവൻ അതേപോലെ തന്നെയാണ്. ഏതായാലും സോപി ക്രുദ്ധശ്ചകാരോഗ്രാം ബാണവൃഷ്ടിം മഹാബല ബഭൂവ തുമുലം യുദ്ധം തയോസ്തത്ര ജയൈഷിണോ. മഹാപരാക്രമികളാണ് രണ്ടുപേരും, അല്ലേ? ബിഡാലനും അതെ, ദേവേന്ദ്രനും അതെ. ആ പരാക്രമിയായ അവൻ കോപത്തോടുകൂടി ശരവർഷം, ബാണവൃഷ്ടി, ശരത്തിന്റെ അസ്ത്രമഴ എന്ന് പറയില്ലേ, ശരവർഷം നടത്തി. വിജിഗീഷുക്കളായിരിക്കുന്ന രണ്ടുപേരും, ജയിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേരും തമ്മിൽ അവിടെ വെച്ച് തുമൂലം യുദ്ധം ബഭൂവ, അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധം അവിടെ നടന്നു എന്ന് പറയുന്ന 43-ാമത്തെ ശ്ലോകം. അതോടുകൂടി നമ്മൾ ഇന്ന് അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരപൂജ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ആദരപൂർവം സമർപ്പിക്കുകയാണ്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.